ഈ അനുഗ്രഹീത മജ്ലിസിൽ ഒരിക്കൽ കൂടി സംബന്ധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ആഖിറത്തിൽ ഉപകരിക്കും വിധം അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതം ധന്യമാവാൻ ഓരോ ദിവസത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അദ്കാറുകളെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു വരുന്നത്. ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവാനും ഇലാഹായ റബ്ബ് നമുക്ക് തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്തവരായി നമ്മൾ മാറാനും, അങ്ങനെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വലിയ വിജയം കരസ്ഥമാക്കാനും ആവശ്യമായ ഈ ദിക്റുകളൊക്കെ വലിയ ഗൗരവത്തിൽ കണക്കിലെടുത്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും ദിവസവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഒരു അഭയപ്രാർത്ഥനയാണ്, സുബഹിക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു അഭയപ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഇത് ടെൻഷന് വലിയ പരിഹാരമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇത് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. ഇത് മടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. ഇത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ കേൾപ്പിക്കുന്നത്. മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം. അതുകൊണ്ടാണ് ഈ നിലയിൽ ഒന്നുകൂടെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതാണ് അഭയപ്രാർത്ഥന? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മൾ ഓരോരുത്തരും ദിവസവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദിക്റിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുക അവിടെ. وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിക്കണം. ഇത് വലിയ ഒരു അഭയപ്രാർത്ഥനയാണ്. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. عجز. اللهم അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിനൽ ഹമ്മി, ഹമ്മിൽ നിന്ന്. എന്താ ഹമ്മ്? ടെൻഷൻ. ഹമ്മ് ടെൻഷൻ. വൽ ഹസൻ, ദുഃഖം. ടെൻഷൻ, ദുഃഖം. ഇന്ന് പലരും പല വിധത്തിൽ ഇത് അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ പലരും ഈ കാര്യം പറയാറുണ്ട്. ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു ടെൻഷൻ ഉസ്താദേ, കാരണമൊന്നുമില്ല, ഇടയ്ക്കൊരു ടെൻഷൻ ഇട്ട് വരികയാണ്, ഒരു അസ്വസ്ഥത ഇട്ട് വരികയാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും തീർത്തു തരട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. മിനൽ ഹമ്മി, ഹമ്മിൽ നിന്ന്. ഹമ്മെന്നാൽ ടെൻഷൻ. വൽ ഹസൻ, ദുഃഖത്തിൽ നിന്നും. വഅഊദു ബിക മിനൽ അജ്സി, അജ്സിൽ നിന്ന്. റാഇന് പുള്ളിയുള്ള സ ട്ടോ, അജ്സ്. വഅഊദു ബിക മിനൽ അജ്സി, അജ്സിൽ നിന്ന്, അശക്തിയിൽ നിന്ന്, ദൗർബല്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വൽ കസ്ൽ, മടിയിൽ നിന്നും. കസ്ല്, മടി. വഅഊദു ബിക മിനൽ ജുബ്നി, ജുബ്നി പേടി, പേടിയിൽ നിന്നും.
പേടി വെറുതെ വരിക. ഈ വിഷാദ രോഗം എന്ന രോഗം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ടെൻഷനും ഈ പേടിയും അസ്വസ്ഥതകളൊക്കെയും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അള്ളാഹുവേ, റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിശാചിന്റെ ഇടപെടൽ കൊണ്ടുണ്ടാകും, സിഹറേറ്റാലുണ്ടാകും, അതുപോലെ വിഷാദ രോഗം പിടിപെട്ടാലും ആ നിലയിലുള്ള പ്രയാസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ് ഏറ്റവും വലിയ പരിഹാരം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായ സലാമത്ത് നമുക്കെല്ലാവർക്കും നൽകട്ടെ. അതാണ് വഅഊദു ബിക മിനൽ ജുബ്നി, ജുബ്നിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പേടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വൽ ബുഖ്ലി, പിശുക്കിൽ നിന്ന്. അതും വലിയൊരു രോഗാണല്ലോ. പിശുക്ക് എന്നത് ചെറിയ ഒരു രോഗമാണെന്ന് കരുതിയോ നിങ്ങൾ? പിശുക്ക് ചെറിയ രോഗമല്ല. ഹബീബായ നബി തങ്ങൾ പിശുക്കിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: പിശുക്കിനേക്കാൾ വലിയ രോഗമേതാണ്? മനുഷ്യന് ആത്മീയമായി പിടിപെടുന്ന രോഗങ്ങളിൽ ഏറ്റവും വലിയ രോഗം പിശുക്കാണ്. അല്ലാഹു കാക്കട്ടെ. കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ട് തോന്നാതിരിക്കുക, അതന്നെയാണ് പിശുക്ക്. കൊടുക്കേണ്ടത് കൊടുക്കാൻ തോന്നാതിരിക്കുക. പണമാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കൽ ബുഖലാണ്. അതുകൊണ്ട് റബ്ബേ, ബുഖലിൽ നിന്നും കാവൽ തേടുകയാണ്. വഅഊദു ബിക മിൻ ഗലബത്തിദ്ദീനി വകഹ്രിർ റിജാൽ. വഅഊദു ബിക, അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മിൻ ഗലബത്തിദ്ദീൻ, കടം കുന്നുകൂടുക, കടം കൂടി പോവാ. ഭർത്താവ് ഇങ്ങനെ പലരോടും കടം വാങ്ങുകയാണ്, മകൻ പലരോടും കടം വാങ്ങുകയാണ്. ചില ആളുകൾക്ക് കടം വാങ്ങാനൊന്നൊരു പേടി ഉണ്ടാവില്ല. ആരോടും ചോദിക്കും, കിട്ടും പോലെ വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാ ഫോൺ എടുക്കൂല, കണ്ടാ മിണ്ടൂല്ല, പിന്നെ വലിയ ബന്ധമില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ ദുസ്വഭാവങ്ങളുള്ള ചില മനുഷ്യരില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. റബ്ബേ, ഒരാളോടും കടം വാങ്ങാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരുണ്യക്കടലായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ പ്രാർത്ഥനയൊക്കെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയാൽ നമ്മളുടെ കാരുണ്യവാനായ റബ്ബ് ഇൻഷാ അല്ലാ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരും. അള്ളാഹു വിചാരിച്ചാലല്ലാതെ മറ്റൊരാളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ റാഹത്തിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് മുത്ത് റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതാണ് വഅഊദു ബിക, റബ്ബേ, നിന്നോട് കാവൽ തേടുകയാണ്. മിൻ ഗലബത്തിദ്ദീൻ, കടം വ്യാപിക്കുക, കടക്കെണിയിൽ പെട്ടുപോവുക. അങ്ങനെ വകഹ്രിർ റിജാൽ, ആളുകളൊക്കെ നമ്മളെ അടക്കി ഭരിക്കുക. മറ്റൊരാളുടെ മുന്നിലേക്ക് ധൈര്യമായി ചെല്ലാൻ വയ്യ. എപ്പോഴും കടം കയറി ആരെങ്കിലും റബ്ബേ എന്നോടാ കടം ചോദിച്ചു വരുമോ, ഞാനാകെ വഷളാകുമോ എന്ന ആശങ്കയിൽ കഴിയേണ്ടി വരിക. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ പങ്കാളികളായ ആരെങ്കിലും കടം കൊണ്ട് വിഷമിക്കുന്നുവെങ്കിൽ ഖൈറായ നിലയിൽ അത് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണമേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊരു വെറും വർത്താനാവരുത്, ഇത് ഉപകാരപ്രദമാവണം. അതിന് നമ്മൾ എന്ത് വേണമെന്നറിയോ? സുബ്ഹ് നിസ്കരിച്ച് ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ദിക്റും ദുആയും കഴിഞ്ഞാൽ ഏതാനും ചില ദിക്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു അഭയ പ്രാർത്ഥന കൂടി ഉണ്ടാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് നിസ്സാരമായ സംഗതിയല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ വകഹ്രിർ റിജാൽ. മഹാനായ
അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാത യൗമിനിൽ മസ്ജിദ്. ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ പള്ളിയിലേക്ക് കയറി ചെന്നു. ശ്രദ്ധിക്കണം, ഈ പറയുന്നത് നമുക്ക് പൂർണ്ണമായും ഉപകരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇതൊക്കെ ഏറെ ഉപകരിക്കുന്ന അഅ്മാലിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ ഒരു അമലാണല്ലോ, ഇതൊക്കെ ഒരു ഇബാദത്താണല്ലോ, ഇതൊക്കെ ഒരു ഇബാദത്ത് എന്ന നിലയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിനൊന്നും ആഖിറത്തിൽ നമുക്ക് കൂലി കിട്ടുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് നഷ്ടാണ് കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മഹാനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം പള്ളിയിലേക്ക് കടന്നു ചെന്നു. ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ യുഖാലു ലഹു അബൂ ഉമാമ. നോക്കുമ്പം പള്ളിയിൽ അൻസാരികളിൽ പെട്ടൊരു സഹാബിയുണ്ട്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിൽ വിഷമിച്ചിരിക്കുകയാണ്. ഉടനെ മുത്ത് റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസം ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാഹ്. അല്ല അബൂ ഉമാമ, ഇതെന്താ ഒന്നുമല്ലാത്തൊരു നേരത്ത് നീ പള്ളിയിൽ വന്നിരിക്കുന്നത്? ഇതൊരു നിസ്കാരത്തിന്റെ സമയമൊന്നുമല്ലല്ലോ. എന്തോ നിന്റെ മുഖത്ത് വല്ലാതെ വിഷമത്തിന്റെ അടയാളമുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ, സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ ഹുമൂമുൻ ലസിമത്നി വദുയൂനു യാ റസൂലല്ലാഹ്. എന്തേ വിഷയമെന്നറിയോ? എനിക്ക് വല്ലാത്ത ഹമ്മുണ്ട് നബിയേ. ആ ഹമ്മ് ഒഴിവായി പോകുന്നില്ല നബിയേ. മനസ്സിനൊരു സന്തോഷമില്ല, എപ്പോഴും ടെൻഷനാണ്, ക്ലേശമാണ്, സങ്കടമാണ്, ദുഃഖമാണ്. വദുയൂനുൻ, പിന്നെയോ കടവുമുണ്ട്. കടം വന്നാൽ തന്നെ ഇടങ്ങാറാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. കടത്തോടുകൂടെ മരണപ്പെടേണ്ട അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. കടത്തോടുകൂടെ മരിച്ചാ വലിയ വിഷമം തന്നെയാണ്. പടച്ചോനെ റബ്ബേ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വലിയ വിഷയാണ്, വലിയ വിഷയാണ്. പലപ്പോഴും പല മക്കളും ബാപ്പാന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് പറയാറുണ്ട്, ബാപ്പാക്ക് എന്തെങ്കിലുമൊക്കെ കടണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു, അത് നിങ്ങളൊന്ന് പറയണം, ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി. മകന്റെ പേര് പറഞ്ഞു കൊടുക്കും. ഈ ബാപ്പ മരിക്കുന്നത് വരെ ആ കടത്തിന്റെ പേരിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ച് കഴിഞ്ഞ ആളായിരിക്കും. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബാപ്പാനോട് നിങ്ങളെ കടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, ഇൻഷാ അല്ലാ അതിന് പരിഹാരം ഉണ്ടാക്കാം, അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആ ബാപ്പാക്ക് എന്തൊരു സന്തോഷായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. മരിക്കാൻ നേരം മരിക്കുന്നത് വരെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിൽക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തോടുകൂടെ മരണപ്പെടേണ്ട ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഒരു മയ്യത്ത് പള്ളിയിലെത്തി, ആളുകൾ നിസ്കരിക്കാൻ നിന്നു. ഹബീബായ നബി തങ്ങൾ വന്നില്ല. എന്തേ നബിയെ കാര്യമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ ഞാൻ മടിച്ചതിന്റെ കാരണം എന്തെന്നറിയോ? അയാളുടെ മേൽ കടബാധ്യതയുണ്ടെന്നാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പറയുകയാണ്, ഈ നിലയിൽ കടം കൊണ്ട് ഞാൻ വിഷമിക്കുന്നുണ്ട്. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ അബൂ ഉമാമ തങ്ങളോട് ചോദിക്കുകയാണ്, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖലാ അൻക ദൈനക. ഞാൻ നിനക്ക് ഒരു
ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ, ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ. നീ ഞാൻ പറയുന്നത് പോലെ ആ പ്രാർത്ഥന നടത്തിയാൽ നിന്റെ ടെൻഷൻ നീങ്ങും, നിന്റെ കടം വീടും. വീടാനുള്ള വഴി ജല്ല ജലാലായ അല്ലാഹു നിനക്ക് എളുപ്പമാക്കി തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അദ്ദേഹം പറയുകയാ, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അതേ നബിയെ പറഞ്ഞു തരൂ. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വഇദാ അംസൈത, നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും വൈകുന്നേരവും ഇങ്ങനെ ചൊല്ലിക്കോ. സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും നീ ഇങ്ങനെ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വകഹ്രിർ റിജാൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, മിനൽ ഹമ്മി, ഹമ്മിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്. അല്ലാഹുവോട് കാവൽ ചോദിക്കാം. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് 100% സന്തോഷം ദുനിയാവിൽ കിട്ടുന്ന ആരും വിചാരിക്കേണ്ട. ഒരു നിലക്കുള്ള ടെൻഷനും ഇടങ്ങാറില്ലാതെ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോകാന്ന് വിചാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗവും ദുനിയാവും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? എന്ത് വ്യത്യാസം ഉണ്ടാവുക? 100% സന്തോഷം സ്വർഗത്തിലാണ്. അവിടെ ദുഃഖമോ ടെൻഷനോ വിഷമങ്ങളോ ഒന്നുമില്ല. ദുനിയാവാകുമ്പോൾ സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ദ ലിൽ ഇൻസാനി യൽഖ സമാനിയ സുറൂറുൻ വഹുസ്നുൻ വജ്തിമാഉ വഫിർഖത്തുൻ വയുസ്റുൻ വഉസ്റുൻ സുമ്മ സഖ ദുനിയാവാകുമ്പോൾ ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ ഒരുമിച്ചുകൂടൽ, ചിലപ്പോൾ വേർപിരിയൽ, ചിലപ്പോൾ എളുപ്പം, ചിലപ്പോൾ ഞെരുക്കം, ചിലപ്പോൾ രോഗം, ചിലപ്പോൾ ആഫിയത്ത്, ചിലപ്പോൾ ഉന്മേഷം, ചിലപ്പോൾ വല്ലാത്ത ഒരു നീരസം, ടെൻഷൻ, ആവേശക്കുറവ് ഒക്കെ ഉണ്ടാവും. സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ദ ലിൽ ഇൻസാനി യൽഖ സമാനിയ. 8 കാര്യങ്ങൾ അതെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സുറൂറുൻ വഹുസ്നുൻ വജ്തിമാഉ വഫിർഖത്തുൻ വയുസ്റുൻ വഉസ്റുൻ സുമ്മ സഖമു വആഫിയ. സന്തോഷം ഉണ്ടാവും, ഒപ്പം ദുഃഖവും വരും, കൂടിച്ചേരലുണ്ടാകും, വേർപിരിയലുണ്ടാകും, എളുപ്പുണ്ടാവും, ചിലപ്പോ ഞെരുക്കുണ്ടാവും, ചിലപ്പോ രോഗം വരും, ചിലപ്പോ അത് മാറും, ഇതൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു പരിധിവരെ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വേണ്ടതുപോലെ ചെയ്ത് ജീവിച്ചാൽ വലിയൊരു റാഹത്ത് നമുക്കുണ്ടാവും. ഇതുകൊണ്ടൊക്കെ രക്ഷ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കണം. അബൂ ഉമാമ തങ്ങൾ പറയുന്നുണ്ട്, ഫഫഅൽതു ദാലിക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഞാനതാണ്ട് ചെയ്തു, പതിവാക്കി. ഫഅൽഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖലഅന്നി ദൈനി. അതിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ടെൻഷൻ അല്ലാഹു നീക്കി തന്നു, എന്റെ കട അല്ലാഹു തആല വീട്ടി തന്നു. അപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുന്നത്, ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൂടെ? ഏയ് ഒന്ന് പ്രതികരിക്കേ, കഴിയൂലേ? ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കി, ഇല്ലെങ്കിൽ മക്കളെ കൊണ്ട് എഴുതിപ്പിക്കി. ഇൻഷാ അല്ലാഹ് കണ്ടിട്ട് ചെല്ലിയാൽ മതി. അപ്പൊ കാണാപ്പാടം പഠിച്ചോളും. എന്നും സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം ഒരു തവണ അല്ലാഹ്, അത് നിസ്കാരത്തിന് ശേഷം വരുന്നാലും മതി. ആ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വകഹ്രിർ റിജാൽ. വലിയ മാറ്റം ഉണ്ടാകും, വലിയ റാഹത്ത് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ നിയ്യത്ത് ചെയ്യല്ലേ. അല്ലാഹു തൗഫീഖ്
തരട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞ ദിക്റ് സുബ്ഹാന റബ്ബിയൽ അലീ വബിഹംദിഹി 3 തവണ, അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിൽ അലയ്യ മിൻ ഫദ്ലിക വൻഷുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക. വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന്, മനുഷ്യർക്കിടയിൽ മാനം കെടുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാകാനും ആ ദിക്റ് കാരണമാകും. ചൊല്ലിയിരുന്നോ? ആ ദിക്റ് ചൊല്ലിയിരുന്നോ? പടച്ചോനെ റബ്ബേ, അല്ലാഹു തൗഫീക്ക് തരട്ടെ.